ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കൊറേ ആയല്ലോ പറയുന്നു ഞാൻ കള്ളത്തരം കാണിക്കുന്നു. അതെ, ഞാൻ കള്ളത്തരം കാണിക്കുന്നുണ്ട്. കള്ളിയാ ഞാൻ കള്ളിയായെങ്കിലേ അത് എന്റെ വീടിന്റെ നിവൃത്തികേട് കൊണ്ടാ, എന്റെ അച്ഛന്റെയും അമ്മയുടെയും വളർത്തുദോഷം കൊണ്ട്. വിവാഹ നിശ്ചയത്തിന് ഏട്ടന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതാ. ഇത് ഓക്കെയാണെന്ന് നോക്കി. അതെ, ഇഷ്ടായില്ലെങ്കിൽ പറഞ്ഞാ മതി, നമുക്ക് വേറെ നോക്കാം. എനിക്കിഷ്ടായത് ഇതാ. ഇതിൽ ഞാൻ ഒരു അഭിപ്രായം പറയില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. നോ അഭിപ്രായം. അയ്യോ, അങ്ങനെ ആദ്യമായിട്ട് എന്റെ അഭിപ്രായം ഒന്ന് അംഗീകരിച്ചു തന്നല്ലോ, സന്തോഷം. വെറുതെ അല്ല പ്രണയം 61-കാരനെ 16-കാരനാക്കുന്നൊക്കെ പറയുന്നത്. ഞാൻ എന്തു പറഞ്ഞാലും ഉടക്കു വർത്തമാനം പറയുന്ന മനുഷ്യനാ. ഇപ്പൊ എന്റെ ഇഷ്ടം പോലെ ചെയ്തോളം പറഞ്ഞത്. അതെ, ഈ വിവാഹ നിശ്ചയം അമ്മ എന്നെയും ചന്ദ്രാമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാം നടക്കുക. കേട്ടല്ലോ? ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ എല്ലാം പ്ലാൻ ചെയ്താൽ മതി. എനിക്ക് ഓക്കെയാണ്. അതെ, വമ്പൻ പ്ലാനിംഗ് ഒക്കെ എന്റെ മനസ്സിൽ. വിവാഹ നിശ്ചയത്തിന് ചെറുക്കൻ കുതിരപ്പുറത്ത് വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോ കുതിരപ്പുറം ഇഷ്ടായില്ല, അപ്പൊ ആനപ്പുറം ആയാലോ? കുറച്ച് ഓവറല്ലേ? എനിക്കും തോന്നി. അപ്പൊ അത് വേണ്ടെന്ന് നോക്കാം. പരിപാടി ഈ വീട്ടിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് രാത്രി നമുക്ക് കമ്പം, പൂത്തിരി, അങ്ങനെ കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എടാ, എൻഗേജ്മെന്റ് പകലല്ലേ, പിന്നെ രാത്രി ആർക്ക് കാണാൻ ഇതൊക്കെ? ഓ, അതും ശരിയാണല്ലോ. അപ്പൊ അതും ക്യാൻസൽ. എന്റെ മനസ്സിൽ വേറെയും പ്ലാനുകളൊക്കെ ഉണ്ട്. അത് കണ്ട് ഞെട്ടാൻ തയ്യാറായിരിക്കും. ഞാൻ മൊത്തത്തിലൊരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ ഡ്രസ്സും ഒക്കെ വെച്ചു. ഇനി ചെരുപ്പ്, വാച്ച്, അങ്ങനെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങ് വരാം. അതുവരെ ഞാൻ തടസ്സപ്പെടുത്തിയ സ്വപ്നം കണ്ടോ? എന്നാ ഞാൻ പോയിട്ട് വരാം. മോളെ കഴിക്കാൻ വിളിച്ചില്ലേടി? അവൾക്കൊന്നും വേണ്ടെന്ന്, വിശപ്പില്ലെന്ന്. വിശപ്പില്ലേ? എന്താ? അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? പാവം എന്റെ കൊച്ച് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. അവളോട് പട്ടിണി കിടക്കാതെ വല്ലതും വന്ന് കഴിക്കാൻ പറ. നീ ഒന്നും കഴിക്കുന്നില്ലല്ലോ. അവള് പട്ടിണി കിടക്കുമ്പോ എനിക്ക് എങ്ങനെ ആഹാരം ഇറങ്ങാനാ? പെറ്റ വയറിനെ വേദന കാണും. അവളെ വിളിച്ച് നീ വന്നിരുന്ന് വല്ല കഴിക്ക്. നല്ലോണം കഴിക്ക്, എന്നിട്ട് സമാധാനത്തോടെ ഉറങ്ങ്. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ഏറ്റേറ്റ ഇത്രയിടം വരെ ആയത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനിയിപ്പം വിവാഹം മുടങ്ങുന്നതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കില്ല. അതുകൊണ്ട് എല്ലാം മറന്ന് വെട്ടി വിഴുങ്ങിക്കും. ആ കൊച്ചു കയറി വല്ല കണങ്ങുകയും ചെയ്യുമെന്ന് എന്റെ പേടി. ഞാൻ അവളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അർജുൻ അവളുടേതാണെന്ന്. ഇപ്പോഴും അത് തന്നെ പറയുന്നേ. അതുകൊണ്ട് അത് ഓർത്തിരിക്കാതെ അവളോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഇനി എങ്ങനെ അർജുൻ അവളുടേതാവുന്നത്? കാണാൻ പോകുന്ന പോരൊക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞോളാം. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് പറ. നിങ്ങൾ വല്ല മണ്ടത്തരം ആസൂത്രണം ചെയ്തിട്ട് ഞങ്ങൾക്ക് കൂടി ധൈര്യം തന്നിട്ട് അവസാനം ഒന്നും നടന്നില്ലെങ്കിൽ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. നീ ധൈര്യമായിട്ടിരിക്കുന്നേരൂ. വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഞാൻ പൊളിച്ചിറക്കി കൈ കൊടുക്കുന്നുണ്ട്. നീയും എന്റെ മോളും അന്ന് തന്നെ അംഗീകരിച്ചാൽ മതി.
പറ. ചേച്ചി ചേച്ചി ഇതെവിടെയാ? നീ കാര്യം പറ. നാളെ കഴിഞ്ഞ് വിവാഹ നിശ്ചയമല്ലേ? അതിനു മുമ്പേ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണ്ടേ? വേറെ അച്ഛനും അമ്മയും കൊണ്ടുവന്നെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും അനുഗ്രഹം തരുന്ന പോലെ ആവില്ലല്ലോ. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊക്കെ ഇത്രയും എത്തിച്ച പാട് എനിക്കറിയാം. ഇനി ഞാൻ അവിടെ വന്ന് അമ്മയുടെ കാല് പിടിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ അതോടെ പിന്നെ എല്ലാം തീർന്നു. ഇതുവരെ ഒരു വിധത്തിലാ ഞാൻ പിടിച്ചുപറ്റി നിൽക്കുന്നത്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് വിഷമം, അച്ഛന് കുറ്റബോധം എന്നൊക്കെ പറഞ്ഞ് സെന്റി അടിച്ച് വരല്ലേ ചിന്നു. ഇതവരനുഗ്രഹിച്ചാലും ഇല്ലേലും ഇതങ്ങ് നടക്കും. പിന്നെ ആവശ്യമില്ലാത്ത അനുഗ്രഹം എന്തിനെനിക്ക്? അതല്ല ചേച്ചി, ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് അറിയാം. എങ്കിലും നിർത്തടി നീ. നീ കൊറേ ആയല്ലോ പറയുന്നു ഞാൻ കള്ളത്തരം കാണിക്കുന്നു. അതെ, ഞാൻ കള്ളത്തരം കാണിക്കുന്നുണ്ട്. കള്ളിയാ ഞാൻ കള്ളിയായെങ്കിലേ അത് എന്റെ വീടിന്റെ നിവൃത്തികേട് കൊണ്ടാ, എന്റെ അച്ഛന്റെയും അമ്മയുടെയും വളർത്തുദോഷം കൊണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം നീ അടക്കമുള്ള എന്റെ വീട്ടുകാരാ. അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന എന്നോട് അമ്മയുടെ വിഷമം പറഞ്ഞ് നീ വരണ്ട ചിന്നു. ആരനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ദേ, മേലിൽ ഇതും പറഞ്ഞ് നീ എന്നെ വിളിച്ചേക്കരുത്. ഇതെവിടെ പോയി? ഹലോ, എന്താണ് വിഷമത്തോടെ ഇരുന്ന ഒരു ആലോചന? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോ, ഞാൻ കുറച്ച് മോട്ടിവേഷൻ തരാം. തന്റെ മോട്ടിവേഷൻ കിട്ടിയിട്ട് എന്തിനാ? വിഷമിച്ചിരിക്കുന്ന ഞാൻ ആത്മഹത്യ ചെയ്യാനോ? താൻ പോ. അതിൽ പരം ഒരു മോട്ടിവേഷൻ എനിക്ക് വേറെ കിട്ടാനില്ല. അപ്പോ വിഷമിച്ചിരുന്നല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും. അല്ല, ശരിക്കും വിഷമിച്ചിരുന്നത് തന്നെയാ.